ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ കല്യാണ ദിവസമാണ് കേട്ടോ. അപ്പോൾ നിക്കാഹ് ഉണ്ട്. ഹാളിൽ 10 മണിയാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്തണം. അപ്പോൾ എല്ലാവരും വേഗം നേരത്തെ തന്നെ എണീറ്റ് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറച്ച് കാരണവന്മാരൊക്കെ ഉണ്ട്. ഇന്നവരൊക്കെ ഫോട്ടോയും ഷൂട്ടും ഒക്കെ ആയിട്ട് നിൽക്കണം. എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. മോള് നല്ലോണം മാറ്റിയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നേരത്തെ എണീറ്റ് ഒരു 4 മണിക്കൊക്കെ എണീറ്റിട്ടുണ്ട് ആൾ. എന്നിട്ട് മാറ്റി നിൽക്കുകയാണ്. ഇവിടെ എല്ലാവരും മാറ്റി റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും പുറത്തേക്ക് പോകണം കേട്ടോ. എല്ലാവരും വേഗം മാറ്റിവരെ നമ്മൾ സ്പീഡ് പുറത്തേക്ക് ആക്കാണ്. കാരണം വീട് ലോക്ക് ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ ഒന്നും റെഡി ആവില്ല. ഒരുപാട് ചെറിയ മക്കളൊക്കെ ഉള്ളല്ലോ, അപ്പോൾ എല്ലാവരും മാറ്റി കഴിയണ്ടേ. അപ്പോൾ വേഗം സ്പീഡാക്കാണ് പുറത്തേക്ക് ആക്കിയിട്ട്. അങ്ങനെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഹോളുള്ളത്. പിന്നെ എനിക്ക് വോയിസ് ഓവർ എടുക്കുമ്പോൾ കുറച്ച് ജലദോഷമുണ്ട്. വർത്തമാനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. പിന്നെ കുറച്ച് വികാര നിമിഷങ്ങളാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത്. അവളിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം അവിടുന്ന് ഇറങ്ങിയപ്പം എല്ലാവരും ഒന്ന് ഇമോഷണലായി. അവളെ ഉമ്മയൊക്കെ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അതാണ് കണ്ടില്ലേ നിങ്ങൾ. അപ്പൊക്കൊക്കെ ഭയങ്കര സങ്കടം. മേമ ഫുൾ കരച്ചിലായിരുന്നു. ഹാളിൽ നിന്നും ഒക്കെ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും ഹാളിലേക്ക് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ. പിന്നെ ഐരാവരം ജുമാ മസ്ജിദ് ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ മാമൻ ഇങ്ങനെ നിർബന്ധിച്ചാട്ടോ. ഇത് ആപ്പൻ്റെ തറവാടാണ്. അതൊക്കെ നമ്മൾ പോകുന്ന വഴിക്കാണ്. അപ്പോൾ എൻ്റെ മാമന് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇതെടുക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ എടുത്തത്. അതായത് കല്യാണത്തിൻ്റെ ഇടയിൽ കൂടി ഇതെന്തിനാ കാണിക്കണമെന്ന് വിചാരിക്കും നിങ്ങൾ. പിന്നെ നമ്മൾ ഹാളിലെത്തിട്ടോ. അറഫ ഓഡിറ്റോറിയമാണ്. അപ്പോൾ നല്ല അടിപൊളി ഓഡിറ്റോറിയം തന്നെ കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് 3000 ആൾക്കാർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റിയ, 3000 എന്നല്ല ഒരുപാട്, പക്ഷേ ഇവിടെ കല്യാണത്തിന് 3000 ആൾക്കാരുണ്ടായിരുന്നു അതാട്ടോ. പിന്നെ ഇവിടെയൊക്കെ എല്ലാവരും നല്ല കളർഫുള്ളായിട്ട് കുർത്തൊക്കെ ഇട്ട്, ചെറിയ കുഞ്ഞു മുതൽ വലിയ കുട്ടികൾ വരെ ഇതൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പല കളറായിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ നല്ല അടിപൊളി സ്പേസൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കാണ്. പിന്നെ നല്ല വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ലൊരു ഫ്ലേവറായിരുന്നു അത്. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ ഹാളിലേക്ക് കയറിയപ്പോൾ ഹോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയാം. പിന്നെ സ്റ്റേജൊക്കെ നല്ല അടിപൊളിയാക്കിയാണ്. ഒരു കാര്യം പറയട്ടെ, എനിക്ക് നല്ല ജലദോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വോയിസ് ഓവർ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളുണ്ട്. സംസാരമൊക്കെ കരാന്ന് പോരാ എനിക്കെന്നെ തോന്നുന്നു. പക്ഷേ ഞാൻ വീഡിയോ ഇടേണ്ടത് വിചാരിച്ചിട്ട് ഇടാണ് കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവരും വരുന്നൊരു നിക്കാഹ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ കാണുന്ന ഈ ഒരു ചെയർ ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളെ പുതിയാപ്പിള ഒരു 11 മണിയാകുമ്പോഴേക്കും എത്തി കേട്ടോ. പിന്നെ നിക്കാഹിൻ്റെ ആ ഒരു ഇതിലേക്ക് സ്റ്റേജിലേക്കൊക്കെ അവിടെ കയറ്റിയിട്ട് എല്ലാവരും അവിടെ ഇരുന്നിട്ട് നല്ല റാഹത്തായിട്ട് തന്നെ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫുൾ കവറായിട്ടോ എല്ലാ ചെയറും. അതിനതൊക്കെ കഴിഞ്ഞു. നല്ല റാഹത്തിൽ നിന്ന് നിക്കാഹ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ സ്റ്റേജിലേക്ക് കയറുന്ന ആ ഒരു ക്യൂ നിങ്ങൾ കണ്ടു നോക്കൂ. ഒരുപാടുണ്ടായിരുന്നു. ഈ വന്ന ആൾക്കാരൊക്കെ സ്റ്റേജിലേക്ക് കയറിയിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റും. അങ്ങനെ പിന്നെ സദ്യ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സദ്യയായിരുന്നു. സാമ്പാറും ചോറും പിന്നെ മോരുകറിയും അവിയൽ പപ്പടം അങ്ങനെ ഓരോന്നും എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ബിരിയാണിയിലേക്ക് പോവുകയാണെങ്കിൽ തലശ്ശേരി ബിരിയാണിയാണ് കേട്ടോ. തൈര്, ബീട്രൂട്ട് അച്ചാറ്, പൊരിച്ച് വെച്ച നല്ല ചിക്കൻ ബിരിയാണിയാണ്. ഞാൻ പറഞ്ഞല്ലോ തലശ്ശേരി ബിരിയാണിയാണ് ഏൽപ്പിച്ചത്. അങ്ങനെ ഈ ഒരു ബീഫ് ഫ്രൈ അടിപൊളി എന്നാണ്. ബീഫ് ഫ്രൈ എന്ന് പറയുന്നത് ഈ ബീഫ് കൊണ്ടാട്ടോ പൊരിച്ചത് അങ്ങനെ എന്തോ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും. പിന്നെ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റും ഒക്കെ എല്ലാ ഐറ്റംസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ കയറിയിട്ട് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പെണ്ണിനും ചെക്കനൊക്കെ ആയിട്ട് അവരെ പറഞ്ഞിതാക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഇത് അവിടെ ആങ്ങളാണ് കേട്ടോ.
പിന്നെ അവർ ടീമൊക്കെ വന്നിരുന്നല്ലോ, ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. പിന്നെ ഇവിടെ ക്ഷണിച്ച ആൾക്കാരും എല്ലാം കൂടി ഒരു കണ്ണ് കാണാത്ത ലെവലിലായിരുന്നു. പിന്നെ ഇവർക്ക് നല്ല അടിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് പോയിട്ട് ഓരോന്ന് വാങ്ങി കഴിക്കുക അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു എക്സ്ട്രാ ഹോൾ തന്നെയാണ് കേട്ടോ, ഇവരെ തന്നെയാണ് ഓഡിറ്റോറിയം 1, 2 എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ആക്കി കൊടുക്കും തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഇത് തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒരുപാട് ആളുകൾ, പക്ഷേ അവിടെ തന്നെ നല്ല സ്പേസ് ഉണ്ട്. ഇത്രയും ആൾക്കാർക്ക് ഒരു 3000 ആൾക്കാരെ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല തിമിർത്ത് മഴ. അതിൻ്റെ ഉള്ളിലായപ്പോൾ ഒന്നും മനസ്സിലായില്ല, മഴ പെയ്യുന്നുണ്ടോ ഒന്നും അറിയില്ല. ഇന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് നല്ല മഴയൊക്കെ ആയിരുന്നു. പായസം ഒഴിച്ച് ഈ ഒരു പരുവത്തിലായിട്ടോ. അവിടെ നിന്ന് ഫുഡ് കഴിക്കുക, ഇവിടെ വന്ന് പായസം കഴിക്കുക, അങ്ങനെ ആയിട്ട് അയാൾ ഒഴിച്ച് ഒരു ഇതാണ്. പിന്നെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളെ ഫാമിലി, ഉപ്പയും മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലാവരും ഒന്ന് കയറിയെടുത്ത്. പിന്നെ ഈ ഒരു വല്ലാത്തൊരു മുഹൂർത്തം തന്നെയായിരുന്നത്. മാമക്ക് പിടിച്ച് നിൽക്കാനേ പറ്റുന്നില്ല. ഫോട്ടോ എടുക്കുന്ന ഇടയിൽ വരെ കരഞ്ഞിട്ട് ആൾ ഭയങ്കര ടെൻഷനിലായിരുന്നു. ഫുഡ് വരെ കഴിച്ചിട്ടില്ല. ആ ഒരു കരച്ചിൽ തുടർന്നു. എല്ലാവരും ടെൻഷനിലായിപ്പോയിട്ടോ മാമിൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട്. പിന്നെ അവൾ ആ പോകുന്ന ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ അതും വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു. അവൾക്കും സങ്കടം സഹിക്കാൻ കഴിയായിട്ട് എല്ലാവരും കെട്ടിപ്പിടിച്ച് കഴിയുന്നതാണ്. ഏതൊരു പെണ്ണിനുണ്ടാവില്ല ആ ടൈമിന് പോകുന്ന ഒരവസ്ഥയിൽ എല്ലാവരും അനുഭവിച്ചായിരിക്കും. മേരീഡ് കഴിഞ്ഞാൽ എല്ലാവരും ഒക്കെ അറിയാൻ പറ്റും ഈ ഒരു അവസ്ഥ എന്താണ് എന്നുള്ളത്. പക്ഷേ ഇവിടെ അടുത്താണ് വീട് ആളത്. എന്നാലും നമുക്ക് ആ പോകുമ്പോഴുള്ള ഒരു ടെൻഷൻ വേറെ തന്നെയാണ്. ഓളപ്പനെ പിടിച്ചിട്ട് ആ ഒരു കരിയുന്ന സീനൊക്കെ എല്ലാവരും ഒന്ന് കരിഞ്ഞു പോയിക്കണ്. അങ്ങനെ ഒരുവിധമൊക്കെ സമാധാനിപ്പിച്ചിട്ട് നമ്മൾ കാറിൽ കയറ്റി അവളെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വിട്ടിക്കുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞപ്പം അവളെ കൂടെ നടന്ന കുറച്ച് ടീംസൊക്കെ ഉണ്ടല്ലോ, അവർക്കും ഭയങ്കര സങ്കടവും ടെൻഷനൊക്കെ ആയിട്ട്. പിന്നെ അവിടെ ചെക്കന്മാരെ വക ജീപ്പൊക്കെ ഉണ്ടായിരുന്നു, അവർ അതിലൊക്കെ കയറി അവരൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കല്യാണ വിശേഷങ്ങൾ. എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിക്കോളൂ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.